ഹലോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് കേട്ടോ. ഇതുപോലെ കോളർ നെക്ക് ഡിസൈൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പക്ഷേ ബാക്ക് സൈഡിൽ കോളറിൽ ഫ്രണ്ട് സൈഡിൽ മാത്രം ഇതേപോലെ കോളറിൻ്റെ ഷേപ്പിൽ നിൽക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ്. നമ്മളിതൊരു ഫ്രോക്ക് നൈറ്റിക്കകത്താണ് ചെയ്ത് കാണിച്ചത് കേട്ടോ. ഇത് ഫ്രോക്ക് നൈറ്റിക്കകത്താണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് സാധാരണ നൈറ്റിക്കകത്തും കുർത്തിക്കകത്തും ആണെങ്കിൽ ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ്. എന്നാൽ കാണുമ്പോൾ ഫുള്ളായിട്ടൊരു കോളറുള്ളൊരു ഫീൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ലൊരു അടിപൊളിയായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു ഡിസൈൻ കൂടെയാണ് കേട്ടോ. ആ ഒരു സെയിം കളറിന് താഴോട്ടേക്ക് 2-3 ഷോ ബട്ടണുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യുന്ന നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടും കാണുമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ടൈലറിംഗ് പഠിക്കാൻ താല്പര്യം കൂട്ടുകാർക്കൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ആ ഒരു കോളറിൽ കൊടുത്ത സെയിം കളർ തന്നെ നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും ഇതേപോലെ ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. എന്നാൽ സെയിം ആ ഡിസൈൻ തന്നെ നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ മാച്ച് ആയിട്ട് നമുക്ക് ആ ഒരു കോളർ കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള കോളർ നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യുന്ന നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു പീസാണ്. അപ്പോൾ നമ്മളിത് ഈ ഒരു കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ആകുന്ന രീതിയിലുള്ള കളർ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് നമുക്കൊരു 13 ഇഞ്ച് അല്ലെങ്കിൽ 14 ഇഞ്ചൊക്കെ നമുക്ക് ഇതിൻ്റെ ഇറക്കം വേണ്ടി വരിക. അപ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് ഇത് മടക്കിയിട്ടിരിക്കുന്നത്. നമ്മൾ 14 ഇഞ്ച് താഴോട്ടേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു എൻഡിലായിട്ട് നമ്മൾ 14 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇറക്കം നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി 2 പോയിന്റ് ജോയിൻ ചെയ്ത് നമുക്ക് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വീതി, അതായത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഇട്ടിരുന്നത്. ഇതുപോലെ രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇതിൻ്റെ വീതി നമ്മൾ 7 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ 14 ഇഞ്ച് വരും. അപ്പോൾ നമ്മളൊരു 7 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അതേപോലെ കുറച്ച് താഴെയായിട്ട് നമ്മളൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ ഒരു 2 പോയിന്റ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയും ഭാഗമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പുറത്ത് എക്സ്ട്രാ എന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു നീളത്തിലുള്ള സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്നില്ലെങ്കിൽ നമുക്ക് ഓവർലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നൂല് പിന്നിപ്പോരുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത് 3 സൈഡാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്ക് 3 സൈഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ. കണ്ടോ, ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സെൻറ്റർ ഭാഗം വരുന്നത്. അതേപോലെ താഴെ നമ്മൾ സെൻറ്റർ ഭാഗം ഇതുപോലൊരു പോയിൻ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ 2 പോയിൻ്റ് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതേപോലെ നമ്മൾ ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് സെൻറ്ററായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യം ഡിസൈൻ ചെയ്യാനായിട്ടുള്ള നമുക്ക് നൈറ്റിലെ ഫ്രണ്ട് പീസാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പീസ് മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ നെക്കാണ് കട്ട് ചെയ്യാൻ ബാക്കിയുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് വിരിച്ചിടാം. ഇത് ഫ്രണ്ട് പീസ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ വിരിച്ച് വെച്ചത് കേട്ടോ. രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് എന്ത് ചെയ്യുക, ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ നൈറ്റിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് മടക്കിയിട്ടത്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ എൻ്റെ വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെക്കിൻ്റെ ഇറക്കമാണ് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നെക്കിന് ടോട്ടൽ എത്രയാണോ ഇറക്കം വരുന്നത് അതിൽ നിന്ന് 1.5 ഇഞ്ചാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതായത് നിങ്ങൾക്ക് ടോട്ടൽ 7 ഇഞ്ചാണ് ഇറക്കം വരുന്നതെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യും. ബാക്കി വരുന്ന മെഷർമെൻറ്റ് പിന്നീടാണ് മാർക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടോട്ടൽ നെക്കിനാണ് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അതേപോലെ നെക്കിൻ്റെ വിരിവ് നമ്മൾ 3 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവ് പ്രകാരം 3.5 ഇഞ്ച് ആണെങ്കിൽ 3.5 ഇഞ്ച് എടുക്കാം. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് നമ്മളിവിടെ നെക്കിന് വിരിവ് മാർക്ക് ചെയ്തു. ഈ ഡിസൈൻ നമ്മളിവിടെ ഫ്രോക്ക് നൈറ്റിലാണ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ കുർത്തിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ നൈറ്റി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ചെരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണല്ലേ ചെയ്യുക. ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പക്ഷേ നിങ്ങൾ കുർത്തിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യട്ടോ. എന്നാൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് നൈറ്റി ആയതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 3 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ചിലേക്ക് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് നീങ്ങിപ്പോരുത്. കറക്റ്റായിട്ട് രണ്ടിൻ്റെ എൻഡ് വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ആ ഒരു പീസിനകത്താണ് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് രണ്ടും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ 2 തുണി ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത്, അപ്പോൾ നമ്മുടെ നെക്കും ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ടായി പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ടാക്കി എടുത്തിട്ടുണ്ട്.
അപ്പം നമ്മളുടെ ടോട്ടൽ നെക്കിന് ഇറക്കെടുക്കാൻ വേണ്ടി പോകുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് നമ്മൾ ഓൾറെഡി 1.5 ഇഞ്ച് നമ്മൾ മുകളിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ബാക്കി നമുക്ക് 6 ഇഞ്ചാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴോട്ടേക്കായിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് നെക്കിന് ഇറക്കം വരുന്നത് ആദ്യം 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ബാക്കി ലെങ്ത്ത് വേണം ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്കിവിടെ 7 ഇഞ്ചായിരുന്നു. 7 ഇഞ്ചിൽ 1.5 ഇഞ്ച് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് ബാക്കി 6 ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇവിടെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കണം. അതിനായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് എന്ത് ചെയ്യുക, ഇതൊന്ന് വിരിച്ചിടാം. അപ്പോൾ ഇത് ഫ്രണ്ട് പീസ് ഇപ്പം നമുക്ക് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ആ ഒരു വി കട്ട് പോലത്തെ ഷേപ്പിൽ നമുക്ക് ആ ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സെൻറ്ററിൽ ഒന്ന് വരച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ മടക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് മതി. പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു സെൻറ്റർ നമ്മൾ ഇതുപോലെ ഒന്ന് ചോക്കെടുത്ത് വരക്കുന്നുണ്ട്. വരയ്ക്കുന്ന സമയത്ത് കട്ടി കൂട്ടിയൊന്നും ആരും വരക്കരുത്. നമ്മൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ കട്ടിയാക്കി വരക്കുക. കാരണം നല്ല വശത്താണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ ഇതുപോലെ സെൻറ്റർ ലൈൻ നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ടൊരു വി നെക്ക് ഷേപ്പ് പോലെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഡിസൈൻ ചെയ്യാനുള്ള പീസും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി നമ്മൾ സെൻറ്റർ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ടല്ലോ. ചീത്തവശത്താണ് നമ്മൾ സെൻറ്റർ വരച്ചിരിക്കുന്നത് കണ്ടോ. നമ്മൾ വെട്ടിട്ട ഭാഗം ചീത്തവശമാണ്, നല്ല വശമാണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ കണ്ടോ നമ്മൾ ആ നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റ് ആ ഒരു വി പോലത്തെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സെൻറ്ററിൽ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ഒരു ചീത്തവശം നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗം കറക്റ്റായിട്ട് താഴെ നമ്മൾ നൈറ്റിയിൽ മാർക്ക് ചെയ്ത സെൻറ്റർ ലൈനുമായിട്ട് ഒരുമിച്ച് വരുന്ന രീതിയിലുണ്ടോ, ഇതേപോലെ ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ 4 സൈഡിൽ നമ്മളിതുപോലെ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഫസ്റ്റ് നമ്മുടെ ഈ ഒരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തതിൻ്റെ 2 സൈഡിലേക്കായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ 6 ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് മെഷർമെൻറ്റ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടോ നമ്മൾ 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് താഴോട്ടേക്ക് 6 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ 7 ഇഞ്ചാണ് നമുക്ക് നെക്കിന് ഇറക്കം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്തതിൻ്റെ ചുറ്റിലായിട്ട് നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിൻ്റെ കുറച്ച് ചവിട്ട് വീതി മാറിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ചെറിയ ചവിട്ട് വീതി മാറി സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. ഇവിടെ എത്തുമ്പോൾ നേരെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ തിരിച്ചൊരു ചവിട്ട് വീതി മാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അടിവശം ഈ ഒരു ബോക്സ് ആക്കി എടുക്കണമെന്നില്ല, കോണാക്കി എടുത്താലും മതി. അപ്പോൾ നിങ്ങളുടെ നെക്കിൻ്റെ ഷേപ്പ് അവിടെ ഒരു കോണായിട്ടാണ് വരിക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളുടെ ബോക്സ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ലൈനിൻ്റെ 2 സൈഡിലും വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ. ഇങ്ങനെ ഇത്രയും ഗ്യാപ്പ് മതി. ചെറിയൊരു ഗ്യാപ്പ് വീതിക്ക് അപ്പുറം ഒരേ ഈക്വൽ ആക്കി വരുന്ന രീതിയിൽ അടിവശം ഇതുപോലെ ബോക്സ് ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ലൈനും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ വരച്ച ലൈൻ ഉണ്ടല്ലോ, വരച്ച ലൈനിൽ കൂടെ കറക്റ്റായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് കറക്റ്റായിട്ട് ഇതേപോലെ ആ സെൻറ്റർ മാർക്ക് ചെയ്ത ഭാഗത്തോട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുകളിലായിട്ട് കൊണ്ടുവന്ന് നിർത്തുക. എന്നിട്ട് നമുക്ക് 2 സൈഡിലേക്ക് എന്ത് ചെയ്യുക, ചെറിയൊരു വി കട്ട് പോലെ 2 കോർണറിലേക്ക് ഇതുപോലെ 2 കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ആ വരച്ച ലൈനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത കോർണറിലേക്ക് 2 സൈഡിലേക്ക് ഇതുപോലെ ചെറിയൊരു വി കട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ആ ഒരു വി പോലത്തെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു വി ഷേപ്പ് വരുന്ന ഭാഗം കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു തുണി നേരെ ചീത്തവശത്തേക്ക് മറച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നേരെ ബാക്ക് സൈഡിലേക്ക് മറച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടില്ല, പക്ഷേ ആ ഒരു വി വരുന്ന ഷേപ്പ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോർണർ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നാലും നമുക്ക് മറിക്കുന്ന സമയത്ത് ആ ഒരു കോർണർ ഭാഗം ഫിനിഷ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് നേരെ ചീത്തവശത്തേക്ക് മറച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ മറച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു കോർണർ ഭാഗം കറക്റ്റായിട്ട് കിട്ടാനായിട്ട് തന്നെ കോണിൻ്റെ ഭാഗം കറക്റ്റ് ഇതുപോലെ ഒന്ന് വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കോണ് പോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നിലേക്ക് കത്രികയോ അല്ലെങ്കിൽ കൂർത്ത എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ആ ഒരു കോണ ഭാഗം എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കണ്ടോ, 2 കോണ ഭാഗം ഇതുപോലെ നമ്മൾ കത്രിക വെച്ച് കുത്തിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ ചീത്തവശത്തേക്ക് നമ്മുടെ ആ ഒരു പീസ് ബാക്ക് സൈഡിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഒന്ന് അയൺ ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ബാക്ക് സൈഡിലേക്ക് മറിച്ച് നമ്മൾ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ, ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഭാഗം കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിനി ഷോൾഡറിൻ്റെ 2 സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് എടുത്തതിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടോ, 2 സൈഡ് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പീസ് ഉണ്ടോ, ഫ്രണ്ട് ഭാഗം നമുക്കിപ്പോൾ ഇതേപോലെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടോ ഇതുപോലെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഈ താഴെ ഭാഗം ഉണ്ടല്ലോ, താഴെ ഭാഗം നമ്മൾ ബോക്സ് പോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോണ് പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ.
നമ്മൾ ബോക്സ് പോലെയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ഈ ഒരു പോയിന്റ് കണ്ടില്ലേ, ഈ 2 കോർണർ ഭാഗം നേരെ ഇങ്ങോട്ടേക്കൊന്ന് മടക്കി കൊടുക്കുക. ആ ഒരു കോർണറും അതുപോലെ ഈ ഒരു എൻഡ് വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അതേപോലെ ഈ ഒരു സൈഡ് എന്ത് ചെയ്യുക, ആ ഒരു കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു കോളർ ഡിസൈനിലേക്ക് നമ്മുടെ ഈ ഒരു നെക്ക് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ സെയിം കളറിൽ ഷോ ബട്ടൺ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് താഴോട്ടേക്ക് കണ്ടോ, ഈ സെയിം കളർ ഷോ ബട്ടൺ നമുക്ക് 2-3 താഴോട്ടേക്ക് വെച്ചെടുത്താൽ കുറച്ചുകൂടെ ഒന്ന് ലുക്ക് മാറി കിട്ടും. അതായത് നമ്മൾ ഈ ഒരു കോളറിനൊക്കെ ചെയ്യുന്ന ഭാഗത്തേക്ക് കുറച്ച് എംബ്രോയിഡറി വർക്കും കാര്യങ്ങളും ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് മാറ്റങ്ങൾ കിട്ടും. അപ്പോൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഡിസൈനുള്ള പീസാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആകുന്ന കളർ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു കോളറിന് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ 2 ഭാഗം ഒന്ന് തുന്നിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോളർ അവിടെ നല്ലപോലെ പതിഞ്ഞ് നിൽക്കുകയും ചെയ്യും, എന്നാലാണ് പൊങ്ങി പോരാത്ത രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് തുന്നുന്ന സമയത്ത് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ തന്നെ ഒന്ന് ഉൾഭാഗം മാത്രം വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ സെയിം കളർ ഷോ ബട്ടൺ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിവിടെ ഷോ ബട്ടൺ കൊടുക്കുന്നില്ല, നമ്മളിവിടെ പ്ലെയിൻ ആയിട്ട് ഇതുപോലെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കോളറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് നമ്മൾ ചെറിയൊരു സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഉൾഭാഗം മാത്രമായിട്ട് കണ്ടോ, ഈ ഒരു എൻഡ് വശത്ത് നമ്മൾ എൻഡിലല്ല, ഒരു സെൻറ്റർ ഭാഗമൊക്കെ എത്തുന്ന സ്ഥലത്ത് നമ്മൾ തുണി നല്ലൊന്ന് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. പുറത്തോട്ടേക്ക് കാണുന്ന സമയത്ത് അത് കാണുമ്പോൾ ഒരു ബോറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇതുപോലെ സൂചി നൂലും വെച്ച് നമുക്കിതൊന്ന് തുന്നി സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കോളറിനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ഇതുപോലെയാണ് വരിക. കണ്ടോ, ബാക്ക് സൈഡ് നമ്മൾ ഈ ഒരു എൻഡ് വശം നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു 4-5 സ്ഥലത്തായിട്ടൊന്ന് തുന്നി പിടിപ്പിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടാപ്പ് വെച്ച് നമ്മൾ ഫാബ്രിക് ഫ്യൂസിങ് ടാപ്പ് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ താഴെ ഭാഗം കോർണർ വരുന്ന ഭാഗത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് കേട്ടിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊങ്ങിപ്പോരാൻ നല്ലപോലെ പതിഞ്ഞ് അവിടെ നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കോളർ നെക്ക് ഡിസൈനാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുർത്തിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളിവിടെ ഫ്രോക്ക് നൈറ്റിക്കാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള കോളർ നെക്ക് ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്കിത് പൊങ്ങി പോരാത്ത രീതി നമ്മൾ ഉള്ളിലേക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, അത് പുറത്തോട്ടേക്ക് കാണില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇതുപോലൊരു കോളർ നിൽക്കുന്ന ഫീൽ തന്നെ നമുക്ക് ഡ്രസ്സിനകത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ കുറച്ച് വ്യത്യസ്തമായിട്ട് കോളർ നെക്ക് ഡിസൈൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഈ ഷോ ബട്ടൺ സെയിം കളറിലെ ഷോ ബട്ടൺ കൂടെ കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള നെക്ക് ഡിസൈൻ വേണമെന്ന് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. ഈ ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ളത് കൂടി അറിയിക്കുക. ഉണ്ടോ, നമ്മൾ ആ സെയിം പീസ് നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ നമ്മളിതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കോളറായിട്ട് നമുക്ക് ആ ഒരു ടോട്ടലി ആ സ്ലീവും കൂടെ സെയിം കളർ വരുമ്പോൾ നല്ല മാച്ചായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ നമ്മുടെ വീഡിയോസ് എന്ത് ചെയ്യട്ടെ, എല്ലാവരും പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. കാരണം ടൈലറിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ്. അപ്പം ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം. ബൈ ഫ്രം മാജിക് നീഡിൽ.